എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അമൽ പൂജനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ഫസ്റ്റ് തന്നെ അമൽ പൂജനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂജ +1 പഠിച്ച് ആ വെക്കേഷൻ ടൈമത്ത് അമലിൻ്റെ കൂടെ പോയിട്ട് മാരേജ് ചെയ്ത്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തേക്ക് 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൽ മാരേജ് ചെയ്തിട്ടൊരു റീൽസ് ഇട്ടപ്പോഴത്തേക്കും നല്ലപോലെ അത് വൈറലായി. അപ്പോൾ കുറേ ആളുകൾ അറിഞ്ഞു. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പിന്നീട് കുറേ മുൻനിര മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ചാനൽസ് ഇവരെ ഇന്റർവ്യൂ എടുക്കുകയും പിന്നെയും കുറേ ജനശ്രദ്ധ നേടുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഈ ഒരു തീരുമാനത്തിന് അത് കൂടുതലും ഈ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടികളെ എല്ലാ ആൾക്കാരും കുറ്റപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? 18 വയസ്സ് തികയാൻ വേണ്ടി മുട്ടി നിൽക്കുമായിരുന്നോ, ചാടിപ്പോയി മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂജയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപം അത് എന്തായാലും കൂടെ ഉണ്ടാവും. ഒരിക്കലും ലൈഫ് നന്നാവില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ അമലിനായിട്ട് പിരിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന അച്ഛനമ്മ മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ഈ കപ്പിൾസിനെ മാത്രം, അല്ലെങ്കിൽ ഈ പൂജനെ മാത്രമായിട്ട് കൂടുതൽ കുറ്റം പറയുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഈ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് കണ്ടത്. അപ്പോൾ അതിനെതിരെ ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ഓൾറെഡി ഒരു നിയമമുണ്ട്, 18 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വിവാഹപ്രായമാവും. അപ്പോൾ ആ ഒരു സമയത്ത് ലീഗലി അവർക്ക് മാരേജ് ചെയ്യാനുള്ള ഏജാണ് 18 വയസ്സെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു നിയമം ഉണ്ടായിട്ടും എന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് അത് അംഗീകരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു 18 വയസ്സ് ഉള്ള പെൺകുട്ടി മാരേജ് ചെയ്ത് അത് ലീഗലി കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഏജ് പറ്റില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രതിഷേധം കാണിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അടുത്തല്ല, നിങ്ങൾ ഗവൺമെൻറ് അടുത്ത് പറ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത അസംബ്ലിയിൽ നിങ്ങളുടെ അടുത്ത നാട്ടിലെ MLA അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ കത്ത് കൊടുത്ത് വിടുക ഇത് അവതരിപ്പിക്കാനായിട്ട്. 18 വയസ്സെന്നുള്ളത് നിങ്ങൾക്ക് എത്രയാണ്, ഒരു 21, 23, 25 ആ പ്രായം ആകുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ട് വേണ്ടി പറയാം. അല്ലാതെ നിങ്ങൾ ഈ പ്രതിഷേധം കാണിക്കുന്നത് ഈ പിള്ളേരോടല്ല. മനസ്സിലായില്ലേ? അവർ എന്താ പറയുക, കൂടുതലും വേറെ അധികം ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി സമൂഹത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു ചോദ്യങ്ങളൊക്കെ അവർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തോരം ഹേർട്ട് ചെയ്യാണ്ടാവും കൂടുതൽ ആൾക്കാർ ഇവരെ ഒറ്റപ്പെടുത്തുമ്പോഴത്തേക്കും. മനസ്സിലായി? പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ, ബന്ധുക്കൾ പോലും ഈ കുട്ടിനെ മൈൻഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ് പറയുന്നത്. ഇതെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് മിക്ക ആൾക്കാരും കാണുന്നത്. മനസ്സിലായി? ആ ഒരു അച്ഛനമ്മയും ഇത്ര നാൾ നോക്കി വളർത്തി എന്നിട്ട് പോകുന്നുള്ളത്. ഇത് അച്ഛനമ്മ നോക്കി വളർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പൂച്ചയും പട്ടിയും പശുവൊന്നുമല്ല. മനസ്സിലായി? ഇത് അവർക്കും ഒരു മനുഷ്യക്കുട്ടിയാണ്. അതിനും ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധിയും ബോധമുണ്ട്. അതിനും അതിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യമുണ്ട്. ഇവിടെ ഒരു പ്രണയബന്ധം ഉണ്ടാകുമ്പോഴത്തേക്കും അത് എല്ലാവരും പറയുന്നുണ്ട്, പ്രണയം ഉണ്ടാവണത് തെറ്റല്ല, ഇങ്ങനെ പോയതാണ്, ഇങ്ങനെ ഒളിച്ചോടി പോയതാണ് തെറ്റ്, അച്ഛനെ അമ്മേനെ ഉപയോഗിച്ചിട്ട് ഒളിച്ചോടി പോയതാണ് തെറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രണയബന്ധം ഉണ്ടായപ്പോഴത്തേക്കും ഈ അച്ഛനാണ് ആ കുട്ടീനെ വഴക്കുറയും അടക്കുകയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തുവിടുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനത്തെ സഫോക്കേഷനൊക്കെ അനുഭവിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവൾക്ക് എവിടെയാണ് കുറച്ചും കൂടി ഫ്രീഡം കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കുറച്ചും കൂടി ശ്വാസം വിടാൻ വേണ്ടി കിട്ടുന്നത് അങ്ങോട്ട് പോകും. അത് ഈ ഒരു പയ്യൻ്റെ ഒപ്പം വരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പയ്യനെ ഒരു പോലീസ് കേസിൽ കൊണ്ടുപെടുത്തി എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ഫാമിലി. അതായത് ആ ഒരു സമയത്ത് ഇവർ പ്രണയിച്ചിരുന്ന സമയത്ത് ഈ കുട്ടിക്ക് 17 വയസ്സായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാലോ, ഒരു 17 വയസ്സുള്ളൊരു 18 വയസ്സിന് താഴത്തുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്നേഹിക്കുന്ന പയ്യന് കുറച്ച് 18 വയസ്സിന് മേളിലാണ് പ്രായം എന്നുണ്ടെങ്കിൽ പോക്സോ കേസിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പയ്യൻ കുറച്ച് നാളുകൾ ഏകദേശം 1-1.5 മാസത്തോളം ജയിലിൽ റിമാൻഡിൽ കിടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ആ സമയത്ത് ഞാൻ ഓർക്കണില്ല എത്ര നാളാണെന്നത്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോക്സോ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന ആൾക്കാരെ തമ്മിൽ, അല്ലെങ്കിൽ ഇതിലെ കേസ് കൊടുത്ത് അവരെ പെടുത്താനായിട്ടുള്ള അതല്ല പോക്സോ ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് പോക്സോ ആക്ട് ഉള്ളത്. മനസ്സിലായില്ലേ? അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതേപോലത്തുള്ള ആൾക്കാർ. അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു കുട്ടിയുടെ എല്ലാവരും ഈ ഒരു പൂജ എന്ന് പറഞ്ഞ കുട്ടിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു അച്ഛൻ ഈ കൊച്ചിനോട് ഇത് അറിഞ്ഞപ്പോഴത്തേക്കും ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ അവളെ മാനസികമായിട്ട് പീഡിപ്പിച്ചത്, ആ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്ന ആ ഒരു മാനസിക വിഷമമൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കുട്ടി ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം വരുന്നത് വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. അതല്ലെങ്കിൽ അവൾ ചിലപ്പോൾ അവിടെ തന്നെ വീട്ടിലിരുന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാണ്ട് ഈ ഒരു സ്റ്റിഗ്മ അനുഭവിച്ചിട്ട് ചിലപ്പോൾ അത്രയും മാനസികമായിട്ടുള്ള ഒരു ഭയങ്കര പിരിമുറുക്കം അനുഭവിച്ചു ചിലപ്പോൾ ആ കുട്ടി എന്തെങ്കിലും കടുങ്ക് ചെയ്തു പോയാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്നവന്മാരൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യും?
അച്ഛനെ സപ്പോർട്ട് ചെയ്യോ, അല്ലെങ്കിൽ മിക്കവാറും അച്ഛനമ്മനെ സപ്പോർട്ട് ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു അച്ഛൻ മകളെ കൊന്നതിന്റെ, രാത്രി പോയി വരുന്നതിന്റെ പേരിൽ, മകളെ കൊന്നതിന്റെ പേരിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്ത നാടാണിത്. മനസ്സിലായി? കുട്ടികൾക്ക് ഇവിടെ കുട്ടികളുടെ മനസ്സും അല്ലെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ്സും നിങ്ങളിവിടെ അഡ്രസ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇത് എന്ത് പറയാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയേക്കണം എന്തിനാണെന്നുള്ളത്. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. നമ്മൾ ഒരു ലൈഫ് പാർട്ട്ണർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അയാളിൽ എന്തെങ്കിലും പ്രവർത്തികൾ നമ്മളെ മാത്രമായിരിക്കും എഫക്ട് ചെയ്യണത്. പക്ഷെ നമ്മൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും മൊത്തം ജനങ്ങളത് എഫക്ട് ചെയ്യണേ. മനസ്സിലായില്ലേ? അപ്പോൾ ലൈഫ് പാർട്ട്ണറിനേക്കാളും കുറച്ചും കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞ തന്നെ ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ ഒരു എന്താ പറയുക ഭരണഘടനയുടെ കീഴിൽ, അല്ലെങ്കിൽ ആ ഒരു സർക്കിളിന്റെ കീഴിൽ വരുന്ന എല്ലാ ജനങ്ങളെയും അയാളുടെ പ്രവൃത്തി ബാധിക്കും. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 18-ാം വയസ്സിൽ മാരേജ് ചെയ്തതാണ് തെറ്റി. ഇങ്ങനത്തെ ഈ പൊട്ടന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവന്മാര് ഈ അഴിമതി കാണിക്കുന്നതൊക്കെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ എന്ത് ടൈപ്പ് ജനതയെന്ന് ഞാൻ ആലോചിക്കണം. അതേപോലെ തന്നെ ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും കോണ്ടന്റ് ഒന്നും പുതിയത് കിട്ടാനിട്ടാണ് തോന്നുന്നത്. മിക്ക യൂട്യൂബ് റിയാക്ടേഴ്സും ഇവരെ കയറി പിടിച്ചത്. അതും 10 ദിവസം മുമ്പ് ഇവരൊരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വന്നിട്ട് ഇവരെന്തോ തെറ്റ് ചെയ്ത പോലെ അത് എന്താ പറയുക, ഇവരെ കുത്തി നോക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പിള്ളേരുടെ ഭാഗത്ത് ചിന്തിക്കാനുള്ള ഇതൊന്നുമില്ല. എല്ലാവരും മോറൽ വാല്യൂസ് കണ്ടിട്ട് അച്ഛൻ അമ്മ പഠിപ്പ്, വിദ്യാഭ്യാസം. പിന്നെ പറയുന്ന വിദ്യാഭ്യാസം. ഈ ഒരു 15 വർഷം +1 വരെ ഈ ഒരു പെൺകുട്ടി പഠിച്ച്, +1 വെക്കേഷൻ്റെ കാലത്താണ് ഈ ഒരു പെൺകുട്ടി ഇതേപോലെ ഒളിച്ചോടി പോയത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 15 വർഷത്തെ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഈ കുട്ടിക്ക് എന്താ പ്രോപ്പറായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഇതിട്ട. ഞാൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ത് ഫെയിലിയറാണ്, അട്ടർ ഫ്ലോപ്പല്ലേ നിങ്ങൾ പറഞ്ഞ വിദ്യാഭ്യാസം. 15 വർഷം ഒരു കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്കൊരു റിലേഷൻ വരുന്നതിൻ്റെ റീസൺ, അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടീനേജ് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എന്താ പറയുക മൈൻഡ് അതെങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എങ്ങനെയും കുറച്ചുകൂടി കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും ഈ ഒരു കുട്ടിക്ക് പറഞ്ഞെടുക്കാൻ കാര്യം ഉണ്ടായില്ലേ? ഇതെങ്ങനെയാണ് ഇതൊരു റിലേഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ എല്ലാ അറിവും കൂടി ഒറ്റയടിക്ക് ഈ പെങ്കൊച്ചു തലയിലേക്ക് ഇട്ടെടുക്കാൻ നോക്കും. അപ്പം അതിന് മനസ്സിലാവില്ല. അപ്പം ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യും. ഇതിൽ ഞാൻ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്തൂല. അവർ ചെയ്തത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുറേ പേര് പറയുന്ന നാളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഡിവോഴ്സ് ചെയ്യും. അത് ഡിവോഴ്സ് ചെയ്യുക എന്തും ആയിക്കോട്ടെ, അത് ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു നിങ്ങൾ വെക്കുന്ന ഒരു മെച്യൂരിറ്റി ഏജ് സാധാരണ 18 വയസ്സാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഈ 25 വയസ്സ്, അല്ലെങ്കിൽ 2 കാലം നിന്നിട്ട്, രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് 2 കാലം നിന്നിട്ട് കെട്ടുന്ന ആൾക്കാരും ഡിവോഴ്സ് ആയി പോകാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കഥ ഇവിടെ പറയണ്ട. അങ്ങനെ എന്താ പറയുക, ഒരു ടോക്സിക് റിലേഷനെ നിൽക്കുന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്നും അതേപോലെ തന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, ആ വ്യക്തികളുടെ ഇഷ്ടമാണ്. അവർക്ക് ഒരുമിച്ച് പോകണോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന്. ഇതുകൊണ്ട് ഇതിപ്പോൾ ഇവർ ഭാവിയിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് ആവാതിരിക്കട്ടെ, ഡിവോഴ്സ് ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിൽ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അപ്പോഴും വന്നിട്ട് ഈ പൊട്ടന്മാർ വന്നിട്ട് വീഡിയോ ഇടും. ഞങ്ങളന്നേ പറഞ്ഞതാണ് ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, അത് ടോക്സിക് റിലേഷനാണ്. അല്ലെങ്കിൽ അവിടെ കുറേ എന്താണ് മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറൊപ്പം ജീവിക്കുകയാണ് നല്ലത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ, ഈ ഒരു Q&A വീഡിയോ നമുക്ക് ആ ഒരു വീഡിയോയിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ 18 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി നിന്നിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ മെച്യൂരിറ്റി നിന്നിട്ട് അളക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാനതൊന്നും നോക്കാണ്ടി പോകുന്നില്ല. അപ്പം ഇതിൽ കുറച്ച് ജസ്റ്റ് കമൻസ് മാത്രം എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ സംഗീത എന്നൊരു സ്ത്രീ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ചാടിപ്പോയാൽ അടുത്ത പടി എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണല്ലോ. അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ പറയുള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തൊട്ടിട്ട് അവർക്ക് ഇത്രയും വൈറലാകാൻ വേണ്ടി പറ്റി. വൈറലായതിൻ്റെ ഒപ്പം ഇത്രയും പെട്ടെന്ന് എത്രയാണ് 29,700 സബ്സ്ക്രൈബേഴ്സ്. അതേപോലെ തന്നെ ഈ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. 2,16,000 വ്യൂസാണ് 10 ഡേയ്സ് കൊണ്ടിട്ട്. അത്യാവശ്യം ഇവർക്ക് എന്താ പറയുക പൈസ കിട്ടുന്നുണ്ടാവും യൂട്യൂബിൽ നിന്ന്. നല്ലൊരു കാര്യമില്ല. അവർക്ക് ആ കുട്ടിയുടെ പഠന ചെലവ് അതിൽ കൂടെ നടക്കുമല്ലോ. ഇത് യൂട്യൂബ് ചാനൽ സക്സസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ മണ്ടന്മാർ ഉള്ളതുകൊണ്ടിട്ടാണ്. ഇവിടെ ഒരു സാമൂഹിക പൊതുബോധം ഉണ്ടല്ലോ. പെൺകുട്ടിക്ക് 18 വയസ്സല്ല, ഇത്രയും വയസ്സ് അല്ലെങ്കിൽ ഈ 2 കാലം നിൽക്കണം എന്നുള്ള സംഭവം നിങ്ങൾ സമൂഹം ഇതേപോലത്തെ പൊട്ടന്മാരെ വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എന്താണ് ആ ഒരു സംഭവം തകർക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇതേപോലെയുള്ള ലൈക്കും ഷെയർസും വ്യൂസൊക്കെ കൂടുന്നത്.
ആ സെയിം സംഭവം തന്നെയാണ് ഈ അലൻ ജോസ് പെരേരയുടെയും അല്ലെങ്കിൽ ഈ രേണുസുധിയുടെയും ഇതിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സാമൂഹ്യ പൊതുബോധമുണ്ട്. ആ ഒരു പൊതുബോധത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവരുടെ ഇതൊക്കെ നിങ്ങൾ വൈറലാക്കി കൊടുക്കും. നിങ്ങളാണ് വൈറലാക്കി കൊടുക്കണം, അല്ലാണ്ട് വേറെ ആരുമില്ല. ഒരു കല്യാണം കഴിച്ചതിന് ആണോ ഈ പട്ടി ഷോ? പഠിക്കേണ്ട സമയത്ത് പോയി പഠിച്ച് വല്ല വല്ല ജോലിയും വാങ്ങൂ, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ ചിരി ഒന്നും കാണില്ല. പക്ഷെ ഇവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു പെൺകുട്ടിയുടെ ചിരിയും കാര്യങ്ങളൊക്കെ ഒന്നും സഹിക്കണില്ല. മനസ്സിലായി ഇവര് അവരെ പെൺകുട്ടിക്ക് ഉറപ്പായിട്ടും അതിൻ്റെ അച്ഛനമ്മനെ വിട്ടു വന്നതിൽ വിഷമമുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് അങ്ങനത്തെ ഒരു മെന്റൽ സ്ട്രെസ് കൊടുത്തിട്ടാണ് അത് ഇറങ്ങി വന്നത്. അടുത്തത്, അമ്മയെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കൽ പോലും? അതൊക്കെ തോന്നിയിട്ടുണ്ടാവട്ടെ, കാരണം സ്വന്തം അമ്മയല്ലേ. പക്ഷേ അമ്മ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാത്തടത്തോളം അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ബന്ധപ്പെടുത്താത്തടത്തോളം ആ കുട്ടിക്ക് എങ്ങനെ അങ്ങോട്ട് പോകേണ്ടി പറ്റുക? കുറച്ച് ഫ്യൂച്ചറിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അവർ തമ്മിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ആയി അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ കുട്ടിയും ഒരു വ്യക്തിയാണെന്നുള്ളത് ഓർക്കുക. മനസ്സിലായില്ലേ? ആ കുട്ടിക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പ്രായം ആയി, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ട്രെയിൻ ചെയ്യുക. അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മാനിക്കുക. അവരെന്തെങ്കിലും ഒരു റിലേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും ചെയ്ത പോലെ തന്നെ അടിക്കുകയും തൊഴിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് ഒരു കേസിൽ പെടുത്തല്ലേ വേണ്ടത്. അങ്ങനെയല്ല ഒരു മെച്യൂർഡ് ആയിട്ടുള്ള അച്ഛൻ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൊണ്ടിട്ടാണ് നിനക്ക് ഇതേപോലെ ഈ പ്രായത്തിൽ തോന്നുന്നതുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊന്നും ചെയ്യാണ്ട് ഇവരെ മാത്രം കുറ്റം പറയാണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഒരു 2 വർഷം കഴിഞ്ഞ് മോൾ പറയണം ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. അതായത് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ജീവിതം കോഞ്ഞാട്ടേ ആകണം എന്നാണ് ഇവരുടെയൊക്കെ മനസ്സിൽ നിന്നുള്ള ഒരു ആഗ്രഹം. കാരണം ഈ കമ്മ്യൂണിറ്റി വ്യക്തിയും ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്, ഇവരിപ്പോൾ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുള്ളൂ. അച്ഛൻ അമ്മ വളർത്തിയതാണ്, ഒരു ഗുണമില്ലാണ്ട് പോയി എന്നുള്ളത്. നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ കുട്ടിയല്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കുട്ടീനെ നിങ്ങൾ വളർത്തുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ സ്വന്തം കുട്ടിയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു താറാവിനെ വളർത്തില്ല, ഒരു കോഴിനെ വളർത്തി. ആ താറാവിനെയും കോഴിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് കൊന്നത് തിന്നാം. പക്ഷെ നിങ്ങളുടെ സ്വന്തം കുട്ടിയെ നിങ്ങൾക്ക് കൊല്ലാണ്ട് പറ്റൂല. അത് കാരണം ഒരു മനുഷ്യൻ്റെ അതിൻ്റെ ജീവൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ട് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ റോസ് ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെണ്ണിനെ അച്ഛൻ കൊലപ്പെടുത്തിയപ്പോഴത്തേക്കും പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടത്. അത് സെയിം അവസ്ഥ തന്നെ ഇവിടെ എല്ലായിടത്തും. നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ കുട്ടിയാണ്. നിങ്ങൾക്ക് അതിനെ വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. ഒരു സമൂഹത്തിന് അതിന് ഒരു പഠിപ്പിച്ച് നല്ലൊരു പൗരനായിട്ട് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏൽപ്പിച്ചേക്കുന്നത്. നിങ്ങളുടെ മാത്രം കുട്ടിയല്ല. നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള കുട്ടിയാണ്. അതിനെ പഠിപ്പിക്കുക, നല്ലൊരു ജോലിയിലെത്തിക്കുക, നല്ല അറിവുകളൊക്കെ അതിന് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അല്ലാതെ ഈ പട്ടിനെയും പൂച്ചിനെയും കോഴിനെയും വളർത്തുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ വളർത്താൻ പറ്റില്ല. നാളെ എന്തെങ്കിലും ആ ഒരു കുട്ടിക്ക് പറ്റിച്ചെങ്കിൽ ഉറപ്പായിട്ടും ചോദ്യം വന്നില്ല. എന്തെങ്കിലും ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് സ്ട്രെസ്സിൽ ബുദ്ധിമോശം വന്നിട്ട് ആ കുട്ടി ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഈ അച്ഛനെ തന്നെ പിടിക്കുള്ളൂ. അപ്പോഴും നിങ്ങൾ അച്ഛനെ തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു +1 വരെ അത്രയും നാളും പഠിച്ച് ആ കുട്ടിയുടെ അറിവ് അതെല്ലാം വേസ്റ്റ് ആയതിനൊന്നും ഇവിടുത്തെ സമൂഹം കുറ്റം പറയില്ല. മനസ്സിലായി? നിങ്ങളുടെ ഈ ഒരു പൊതുബോധം ഇത് വെച്ചിട്ടാണ് നിങ്ങളെ പല ആൾക്കാരും മൊത്തത്തിലേക്ക് പറ്റിക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണത്, അവിടെ 12 വർഷം മുന്നേ PWD വന്നിട്ട് പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കെട്ടിടം പൊളിച്ചു കളയാന്നുള്ളത്, അത്രയും പഴക്കമുള്ളതാണെന്നുള്ളത്. എന്നിട്ടും അവിടെ ആൾക്കാരൊക്കെ എടുത്ത് ഇപ്പോൾ ഒരു സ്ഥിതി അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതേപോലുള്ള കാര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്യും. കാരണം എന്താണ്, നിങ്ങൾ ഈ ഒരു പൊതുബോധത്തിൻ്റെ അടിമയായിട്ട് കിടക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഈ ഒരു അടിമബോധത്തിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെയും പറ്റിക്കപ്പെടും. നിങ്ങൾ പിന്നെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ സാഹചര്യം എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. പ്രേമം വീട്ടിൽ പിടിച്ചാൽ ഏതൊരു പാരൻസും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് പഠിക്കുന്ന സമയത്ത്. ഇവരുടെ ഒരു ഹോർമോൺ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിന് കുറേ മാറ്റങ്ങൾ വരുന്നൊരു ഏജാണ് ആ ഒരു ടീനേജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ടീനേജിൽ ഉറപ്പായിട്ടും ഈ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും കൂടുതലും അവരെ പിടിച്ചു വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവർ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഓവറായിട്ട് ഇവരെ പേടിപ്പിച്ച് വളർത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലായിരിക്കും ഇവർക്ക് ഇതേപോലുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിലും അത് കൺട്രോളായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് എല്ലാവരിലും ഒരേപോലെ തന്നെ അത് പ്രവർത്തിക്കണമെന്നില്ല.
അത് സ്കൂളുകളിൽ കറക്റ്റായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്നാലും ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു പ്രായത്തിൽ തങ്ങൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രായം നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ ഒരു പ്രേമം ഉണ്ടാവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോകുമായിരിക്കാം. അത് അതിജീവിച്ച് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു പാർട്ട്ണർ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അന്ന് നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വിശാലമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളൊരു പാർട്ട്ണർ നോക്കുന്നത് മനസ്സിലായില്ലേ. കാരണം ആ ഒരു സമയത്ത് നമ്മളുടെ ഹോർമോണിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസിനേക്കാളും കൂടുതൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ടാകും. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം പൂർത്തിയായിട്ടുണ്ടാകും ആണുങ്ങൾക്ക്. സ്ത്രീകൾക്ക് അത് നേരത്തെ തന്നെ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 15, 16, 18 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പൂർത്തിയാകും. പക്ഷേ ആണുങ്ങൾക്ക് ഒരു 21 മുതൽ അങ്ങനെ കുറച്ച് മേളിലേക്ക് പ്രായം പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഏജിലായിരിക്കും ആണുങ്ങൾക്ക് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയാകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ റീസണേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഇത്രയും പ്രായത്തിൽ ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകുന്നില്ല, കുറച്ചധികം വെയിറ്റ് ചെയ്യുക, മനസ്സിലായി. അപ്പോൾ ഈ വക അറിവുകളൊന്നും ഈ ഒരു കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇത്ര സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാനായിട്ടാണ്, അവരവിടെ നിന്ന് ചാടിപ്പോകാണ്ട്. എൻ്റെ വാക്ക് വായിക്കാം. ഇതിൽ പൂജ പറയുന്നുണ്ട്, എടുത്ത തീരുമാനം ശരിയാണ് എന്ന്. ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ +2 കഴിഞ്ഞ് വീട്ടുകാർ വേറെ വിവാഹത്തിൽ നിർബന്ധിക്കുമെന്ന്. നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരു വിവാഹത്തിന് ആർക്കും അത് നിർബന്ധിക്കാൻ പറ്റില്ല. നിയമപരമായി മുന്നോട്ട് പോവാം. അത് ഇപ്പോഴും ആ കുട്ടി നിയമപരമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ ഒരു കുട്ടി അപ്പം തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയല്ലേ ചെയ്തത്. അത് ഒരു 18 വയസ്സാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ലേ, എന്നിട്ടാണ് ഓടിപ്പോയിരിക്കുന്നത്, മനസ്സിലായില്ലേ. ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിപ്പറ്റും, അവിടെ ആ വീട്ടിൽ ആ കൊച്ചിനെ ത്രട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അടിച്ചു, അല്ലെങ്കിൽ പറഞ്ഞ ഇതിൽ അടി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കുട്ടി. 18 വയസ്സിൽ ചിന്തിക്കുന്നതല്ല 25 വയസ്സാകുമ്പോഴത്തേക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 18 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹോർമോണിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് നിന്നിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ 25 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ചിന്ത കുറച്ചും കൂടി മെച്ചുവേർഡായിരിക്കും. അത് ഇന്ന കാരണങ്ങൾ കൊണ്ടിട്ടാണ്. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാതെ അത് വീട്ടിൽ പിടിക്കുന്ന മാത്രത്തിലെല്ലാം കൂടി പറഞ്ഞു ഇതാക്കാൻ നോക്കും. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? അത്രയും മാത്രമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി ചകഞ്ഞു പോയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയാണോ ഞാൻ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോസിൽ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.